ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയില്ല, പകരം ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇന്നലെ ഫുൾ ഡേ അമ്പലത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തിലെ ആടിച്ചുവ മഹോത്സവമാണ്. കർക്കിടകത്തിലാണ് ആടിച്ചുവ വരുന്നത്. ഉത്സവമല്ലാതെ നമുക്ക് മേടത്തിലാണ് വരുന്നത്. ആടിച്ചുവ കർക്കിടകത്തിലാണ്, ഒരു ദിവസത്തെ ഉത്സവമേ ഉള്ളൂ. മേടത്തിലെ ഉത്സവത്തിനാണെങ്കിൽ 5 ദിവസത്തെ ഉത്സവമുണ്ട്. ഇത് ഒരു ദിവസത്തെ ഉത്സവമായിട്ടാണ്. രാവിലെ മുതൽ വൈകിട്ട് പടുക്ക, പൂപ്പട ഇങ്ങനെയൊക്കെ പറയും. അതെല്ലാം കഴിയുന്നത് വരെയാണ്. രാത്രി 12 ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒരു 1-1:15 ആയി വീട്ടിലെത്തിയപ്പോഴത്തേക്കും. രാവിലെ മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരി ഹോമവും രാത്രിയിൽ വിൽപ്പാട്ട്, പടുക്ക, പൂപ്പട എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിച്ചൊവ്വയ്ക്കും പിന്നെ അതേപോലെ ഉത്സവത്തിന് മാത്രമാണ് വിൽപ്പാട്ട് വരുന്നത്. അതേപോലെ തന്നെ പൂപ്പടയും വരുന്നത് ഉത്സവത്തിനും ആടിച്ചൊവ്വയ്ക്കുമാണ്. സത്യം പറയാലോ, എന്ത് നല്ല പാട്ടായിരുന്നു എന്നറിയാമോ. നല്ല പാട്ടും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് നമുക്കൊരു കുളിർമ, ഒരു രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതായിരുന്നു പാട്ട് കേട്ട്. വരും അമ്മ പാട്ടിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടേയില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ പാട്ട്. അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ ഉത്സവം വന്നു കഴിഞ്ഞാൽ, ഉത്സവത്തിനാണെങ്കിൽ ഞങ്ങൾ 5 ദിവസം അവിടെ തന്നെയാണ്. അതേപോലെ ആടിച്ചൊവ്വയ്ക്കും ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ തന്നെയാണ്. ഈ ധന്വന്തരി ഹോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദോഷങ്ങളും കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ചെയ്യുന്നത്. 4-5-6 പോറ്റിമാരും എല്ലാം കൂടെ ഇരുന്ന് ഹോമകുണ്ഡം ഉണ്ടാക്കി അതിൽ ഹോമം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. സത്യം പറയാലോ, അവിടെ ആ നടയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, ഒരു സമാധാനവും ആശ്വാസവുമാണ് ഉള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രാത്രിയിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് നല്ല താമസിച്ചു, 1 മണിയൊക്കെ ആയി. പിന്നെ എനിക്ക് ഗംഗയെ വിളിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. രാത്രിയിലും അതേപോലെ തന്നെ ഗംഗയ്ക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഗംഗ വന്നില്ല. അപ്പം ഗംഗയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ചേട്ടന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അച്ഛനാണ് കൊണ്ടാക്കിയത്. അനിയനാണ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞത്. പിന്നെ അവനെ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നട തുറക്കുമല്ലോ. അപ്പോൾ ഈ പൂപ്പടയുടെ എല്ലാം വാരനൊക്കെ ഉള്ളത് കൊണ്ട് അവൻ പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനാണ് കൊണ്ടാക്കുന്നത്. പക്ഷേ രാത്രി 1 മണിയായി കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴാണ് വീടെത്തിയത്. ഈ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലല്ലേ, ബന്ധുക്കളായാലും പരിചയക്കാരായാലും കൂട്ടുകാരായാലും ഒക്കെ. അപ്പം നമുക്ക് വന്ന് കാണാനും ഒന്നിക്കാനും പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.